തട്ടത്തിമറയത്തിൽ നീയുമ്പോൾ പറയുന്ന ഡയലോഗില്ലേ, ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും പഠിച്ചോ മറക്കില്ല. അതേപോലെ ഒരു മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വളരെ കാലങ്ങളായിട്ട് ഞാൻ UK വരണം, ഇവിടെ വർക്ക് ചെയ്യണം, ലണ്ടൻ കാണണം. ചെറുപ്പം മുതലേ ഷാറൂഖ് ഖാൻ്റെ സിനിമയൊക്കെ കണ്ട് കണ്ട് ഒരാഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കാര്യമാണേലും നമ്മൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ UK വന്നിട്ട് ഇന്ന് 3 ആഴ്ച കഴിയാണ്. മാൾട്ടയിൽ നിന്ന് UK മാറിയപ്പോൾ നല്ല രീതിയിൽ ഇവിടുത്തെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. റോഡാണെങ്കിലും ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും വിചാരിച്ച പോലൊന്നുമല്ല. ഇപ്പം റൂമിലോട്ട് പോയോണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ ഈ ലൊക്കേഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ മാൾട്ടയിൽ നിന്ന് UK അണ്ടർ 26 സ്കിൽ വർക്കർ വിസയിലാണ് വന്നത്. 26 വയസ്സിന് താഴെ ചില സ്കിൽഡ് ആയിട്ടുള്ള ജോബ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസും സ്കില്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എത്തി ഒരു 3 ആഴ്ചയായി. ഞാൻ എത്തിയതിൻ്റെ ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം UK വിസ ക്യാൻസലായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, എന്തിനായിരിക്കും എന്നാലും ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് വിസ കിട്ടിയത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നിലവിൽ വരെ സമ്മറാണ്, പക്ഷേ സമ്മർ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല വെതറാണ്. വിൻ്ററും അല്ല സമ്മറും അല്ല, രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു ചെറിയ മഴ, ഒരു തണുത്ത കാറ്റ്, ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോണ വഴി, ഞാൻ കാണിച്ചു തരാം. എന്നത് ലൂട്ടൺ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. സാധാരണ ഏത് മലയാളീസിനോട് ചോദിച്ചാലും ഫസ്റ്റ് ഈ ലണ്ടനിൽ എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഔട്ടർ ലണ്ടനിൽ താമസിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. ഇതാണ് ഞാൻ നിൽക്കുന്ന നെയ്ബർഹുഡ്. ഗാർബേജും കാര്യങ്ങളൊക്കെ അലമ്പാണ്, നിങ്ങൾക്കെല്ലാം കാണാം. ഓഫുള്ള ദിവസം മെയിൻ അഡ്വഞ്ചർ എന്താ വെച്ചാൽ ഇതേപോലെ നടക്കാൻ ഇറങ്ങാം. അറിയാത്ത സ്ഥലങ്ങളിലൂടെ അറിയാത്ത ആൾക്കാരോട് സംസാരിച്ച്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ നടന്നപ്പോൾ ഇതേപോലെ നടന്നൊരു കാട്ടിലെത്തി. അവിടുന്ന് കുറച്ച് ആപ്പിൾസും ബെറീസും ഒക്കെ പ്ലക്ക് ചെയ്ത് അത് വേറെ തന്നെ ഫീലാണ്. ഇതാണ് ടൗൺ സെൻറ്ററിലേക്ക് പോണ വഴി. ഇവിടെ കൂടുതലും പാകിസ്ഥാനീസ് അല്ലെങ്കിൽ കശ്മീരീസ്, പിന്നെ കുറച്ച് സിഖുകാർ, അങ്ങനെ മെജോറിറ്റി ആൾക്കാർ നിൽക്കുന്ന ഏരിയയാണ്. നമ്മളെ ഇന്ത്യൻ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വരില്ല. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എന്തിനാണ് ഷെങ്കൻ വിസ ആയിട്ടുള്ള മാൾട്ട വിട്ടിട്ട് UK മാറിയത്. മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, മാൾട്ടയിൽ ഒരു ലോങ് ടേമിന് നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് PR ഓപ്പർച്യൂണിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമുക്ക് കിട്ടാൻ. UK സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടും, 6 വർഷം കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. പിന്നെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിലും മാൾട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് മാൾട്ട ഞാൻ വിട്ട് UK എത്തിയത്. ഞാൻ മാൾട്ടയിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് UK എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മാൾട്ട എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. അതുള്ളത് കൊണ്ടാണ് എൻ്റെ പല കരിയറിലാണേലും ഫിനാൻഷ്യലി ആണെങ്കിലും കരിയറിലാണ് മൊത്തത്തിൽ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കി തന്നത് മാൾട്ടയാണ്. അപ്പോൾ ഇനി മുതൽ UK വിശേഷങ്ങളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ഇടുക, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.